നമസ്കാരം. ഭീമ ജ്വൽസ് മനസ്സിലൊരു മഴവില്ലിൽ ഇന്നത്തെ നമ്മുടെ അതിഥികൾ രണ്ടുപേരും രാഷ്ട്രീയവുമായി ബന്ധമുള്ളവരാണ്. രാഷ്ട്രീയ നേതാവ് എ റഹീം, ഭാര്യ അമൃതയും. ഹലോ റഹീം, നമ്മൾ പരിചയപ്പെട്ടിട്ടില്ല, രണ്ടുപേരും പരിചയപ്പെട്ടിട്ടില്ല. ഒരുവിധ രാഷ്ട്രീയക്കാരെയൊക്കെ ഞാൻ പരിചയപ്പെട്ടിട്ടില്ല. എന്താ പറഞ്ഞൂടാ, നമുക്ക് പരിചയപ്പെടാൻ ഇല്ല. എവിടെ നാട്? ഓ, ഇവിടെ തന്നെ. അതെ അതെ. അമൃതയുടെ കടയ്ക്കൽ. കടയ്ക്കൽ. വീട്ടിലാരൊക്കെ ഉണ്ട്? എൻ്റെ വീട്ടിൽ ഉമ്മയും ഞാനും മാത്രമേ ഉള്ളൂ. ഇപ്പോൾ 2 സഹോദരങ്ങളായിരുന്നു, പെൺകുട്ടികൾ. അവരെ നേരത്തെ വിവാഹം കഴിച്ച് അയച്ചു. പിന്നെ വാപ്പ മരണപ്പെട്ടു കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ്. ഞാനും ഉമ്മയും മാത്രമായിരുന്നു. ഇപ്പോൾ അമൃത കൂടി. രാഷ്ട്രീയ നേതാവായതുകൊണ്ടാണോ ഇങ്ങനെ അച്ചടി ഭാഷയിൽ സംസാരിക്കുന്നത്? അങ്ങനെയൊന്നുമില്ല. ശരി, സംസാരിച്ച് പറഞ്ഞു ന്യൂസിലാണ് ഇരിക്കണമെന്ന് തോന്നിപ്പോയോ? ശരി ശരി. ഇങ്ങനെയാണോ വീട്ടിലും ചില സമയത്ത് തോന്നുന്നു. രാഷ്ട്രീയക്കാരുടെ സ്വഭാവം എടുക്കുമോ വീട്ടില്? നിങ്ങൾ തമ്മിൽ തർക്കം ഉണ്ടാവാറുണ്ടോ? ഇതുവരെ ഉണ്ടാകാനുള്ള സമയമായിട്ടില്ല. അല്ല, രാഷ്ട്രീയപരമായിട്ടൊരു ആശയവിനിമയം നടത്താറുണ്ടോ വീട്ടിലിരിക്കുമ്പോൾ? സ്വാഭാവികമായിട്ടും ഉണ്ടാവും. ആരാ തർക്കിക്കോ? എന്നിട്ട് രണ്ടുപേരും ഇല്ല ഇന്നാള് പറഞ്ഞതാണ് തെറ്റ്, ഇന്നാള് പറഞ്ഞാണ് ശരി എന്നൊക്കെ പറയുമോ? ഇതുവരെ അങ്ങനെ തർക്കത്തിന്റെ ഭാഗം ഉണ്ടായിട്ടില്ല. അങ്ങനെ ഉണ്ടായിട്ടില്ല. പിന്നെ പറയും, കാര്യങ്ങളൊക്കെ പങ്കുവയ്ക്കാറുണ്ട്, പറയാറുണ്ട്. ഒപ്പീനിയൻസ് ഉണ്ട്, ചിലർ ഡിഫറെന്റ് ഒപ്പീനിയൻസ് ആണ്. വിട്ടുകൊടുക്കുമോ? വിട്ടുകൊടുക്കേണ്ട ആവശ്യമില്ല. പൊതുവെ പറയുന്നത് ജെന്യൂൻ ആണെങ്കിൽ അത് അഡ്മിറ്റ് ചെയ്യാൻ ഭയങ്കര മനസ്സുള്ള ഒരാളാണ്. അമൃതയുടെ വീട്ടിലാരൊക്കെ ഉണ്ട്? എൻ്റെ വീട്ടിൽ അച്ഛനും ഒരു അനിയനും. 2 മക്കളേ ഉള്ളൂ? 2 പേര്. അനിയൻ എന്ത് ചെയ്യുന്നു? അനിയൻ ഇപ്പോൾ MSc കംപ്ലീറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ഇങ്ങനെ PhD ആണ് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അച്ഛൻ എന്താ ചെയ്തിരുന്നത്? അച്ഛൻ പ്രൈവറ്റ് ബസ്സിലെ കണ്ടക്ടറായിരുന്നു. ഇപ്പോഴും അങ്ങനെ വല്ലപ്പോഴും ഒക്കെ പോകും. ആരോഗ്യ പ്രശ്നങ്ങളോട് സ്ഥിരമായിട്ടല്ലെങ്കിലും വല്ലപ്പോഴും പോകും. SFIയിലൊക്കെ ആയിരുന്നു അല്ലേ? SFI. അച്ഛന് അതൊക്കെ ഇഷ്ടമായിരുന്നോ? ഞാൻ വളർന്ന കുടുംബ സാഹചര്യം തികച്ചും വ്യത്യസ്തമായതാണ്. കാരണം ഒരു ഇടതുപക്ഷ ചായവുള്ളൊരു കുടുംബമല്ല, പ്രത്യേകിച്ച് വലതുപക്ഷ മനോഭാവമുള്ള കുടുംബമായിരുന്നു. യാഥാസ്ഥിക കുടുംബം എന്ന് പറയൂടെ, പക്ഷെ ഒരു വലതുപക്ഷ മനോഭാവമുള്ള ഒരു കുടുംബമാണ്. അങ്ങനെയായിരുന്നു വളർന്നത്. പക്ഷേ അച്ഛൻ ഫുൾ ഫ്രീഡമാണ് തന്നത്. ഈ ഒരു പൊളിറ്റിക്സ് ആണ് എനിക്കിതിനോടാണ് ഒരു ചായവെന്ന് അറിഞ്ഞപ്പോഴൊരിക്കലും എതിർത്തിട്ടില്ല. അങ്ങനെ പാടില്ല, മകനായാലും ഓരോരോ വ്യക്തികളാണെന്ന് കാണാനുള്ള ഒരു മനസ്സന്നുണ്ട്. അതേ മനസ്സ് വിവാഹത്തിലും ഉണ്ടായിരുന്നു. അതുകൊണ്ടാണല്ലോ ഇങ്ങനെ നടത്തി തന്നത്. തുടക്കത്തിൽ പറയുന്ന പോലെ കുടുംബക്കാരുടെയും പിന്നെ തീർച്ചയായിട്ടും വലിയ പ്രശ്നമുണ്ടായിരുന്നു. വിവാഹത്തെ സംബന്ധിച്ചല്ലേ ചോദിച്ചാൽ? വിവാഹത്തെ സംബന്ധിച്ച് നല്ല എതിർപ്പുണ്ടായിരുന്നു. പക്ഷേ എതിർപ്പ് ആദ്യത്തെ ഘട്ടം കഴിയുമ്പോഴേക്കും അവർക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളായിരുന്നു. കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ഒരു ഘട്ടം കഴിയുമ്പോൾ ആദ്യമൊക്കെ സ്വാഭാവികമായൊരു എതിർപ്പ്, പിന്നെ ബന്ധുക്കളുടെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ നല്ല പിന്തുണയാണ് പിന്നെ ലഭിച്ചത്. വളരെ നല്ല നിലയിൽ കാര്യങ്ങൾ മുമ്പോട്ട് പോവുകയും ചെയ്തു. എല്ലാവരുടെയും സഹായവും സഹകരണവും എല്ലാം സാന്നിധ്യവും കല്യാണത്തിനുണ്ടായിരുന്നു. നല്ലൊരു നിശ്ചയിപ്പ് തന്നെ നടന്നു. വളരെ സെക്കുലറായിരുന്നു അത് നിശ്ചയിപ്പ്. അമൃതയുടെ വീട്ടിലേക്ക് ഞങ്ങൾ പോയി. എൻ്റെ ബന്ധപ്പെട്ട കുറച്ച് പാർട്ടി നേതാക്കൾ, പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി, അവിടുത്തെ പാർട്ടി ഏരിയ സെക്രട്ടറി, DYFIയുടെ നേതാക്കളൊക്കെ ആയിട്ട് പോയി. ഒപ്പം എൻ്റെ കുറച്ച് ബന്ധുക്കൾ, അടുത്ത ബന്ധുക്കൾ. എൻ്റെ സാധാരണ ഒരു വിവാഹ ചടങ്ങിന് നിശ്ചയിപ്പിന് ആരെല്ലാം വരുമോ ആ ബന്ധുക്കളെല്ലാം ഇതിലുണ്ടായിരുന്നു. എൻ്റെ സഹോദരിയുടെ ഭർത്താക്കന്മാരും ഒക്കെ ഉണ്ടായിരുന്നു. ബന്ധുക്കളൊക്കെ വന്നിരുന്നു. എൻ്റെ വീട്ടിലായിരുന്നു ബന്ധുബാഹുല്യം. അവിടെ അമൃതയുടെ വീട്ടിൽ വെച്ചായിരുന്നു നിശ്ചയിപ്പ്. അപ്പോൾ അവിടെ വെച്ച് എല്ലാവരും ഉണ്ടായിരുന്നു. വളരെ സെക്യൂറായി. പക്ഷെ എനിക്ക് തോന്നുന്നു പണ്ടൊക്കെ ഉണ്ടായിരുന്ന ഈ വീട്ടുകാർ സമ്മതിച്ചാലും സമൂഹം എതിർക്കുക, അതൊക്കെ കുറെ മാറി തുടങ്ങി തോന്നുന്നു. തീർച്ചയായിട്ടും ഒരുപാട് മാറ്റം വന്നു. ഒരുപാട് മതി. ഞങ്ങൾക്ക് ഈ വിവാഹത്തിലേക്ക് വലിയ ആശങ്കയായിരുന്നു കാര്യത്തിൽ. എങ്ങനെ ഇത് സമൂഹം അക്സെപ്റ്റ് ചെയ്യുമെന്നൊരു പ്രശ്നമുണ്ടായിരുന്നു. പക്ഷേ വലിയ പിന്തുണയായിരുന്നു. എല്ലാ മതവിഭാഗത്തിലും പെട്ടവർ. ഒരു ചെറിയ ന്യൂനപക്ഷമുണ്ട്, അപ്പോഴും ഇപ്പോഴൊക്കെ ഇതിനെ വിമർശിക്കുന്നവരും എതിർത്ത് പറയുന്നവർ. അമ്മയെ തല്ലിയാലും 2 അഭിപ്രായമുള്ള നാട്ടിൽ അത് കാര്യമാക്കേണ്ടതില്ലാതെ ഞങ്ങളങ്ങ് തീരുമാനിച്ചു. പക്ഷേ ബഹുഭൂരിപക്ഷത്തിന് അങ്ങനെ ആയിരുന്നില്ല. നല്ല പിന്തുണ, നല്ലൊരു മാറ്റം ഉണ്ടായിട്ടുണ്ട് ഈ സൊസൈറ്റിയിൽ എന്നാണ് നമ്മുടെ ഒരു അനുഭവത്തിലൂടെ. ഇപ്പോൾ ഇതിന് ശേഷം അങ്ങനെയൊക്കെ വരുന്നുണ്ട്. കഴിഞ്ഞ ദിവസം അമൃതയ്ക്കൊരു മെസ്സേജ് വന്നൊരു കുട്ടി, എൻ്റെ വിവാഹം ഇതുപോലെ നടക്കുകയാണ്, നിങ്ങൾ വരണം, നിങ്ങളുടെ വിവാഹം എനിക്കിതിനകത്ത് വീട്ടുകാരെ സമ്മതിപ്പിക്കുന്നതിന് ഒരുപാട് പ്രേരണയായിട്ടുണ്ട്, വരണം എന്നെല്ലാം പറഞ്ഞിട്ട്. വളരെ SFIക്കാരി കുട്ടി തന്നെയാണ്. അപ്പം നിങ്ങൾക്ക് പള്ളിയിലൊക്കെ പ്രശ്നം ഉണ്ടാവില്ലേ? ഉണ്ടാവും. പക്ഷേ നിങ്ങളുടെ കുടുംബം എങ്ങനെയാ? യാഥാസ്ഥിക അല്ല, വീട്ടിലാരെങ്കിലും രാഷ്ട്രീയപരമായ? ഇല്ല ഇല്ല ഇല്ല, ഒരിക്കലും ഇല്ല.
എൻ്റെ വീട്ടിലെ അങ്ങനെ കുടുംബ സാഹചര്യം ഒന്നും രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട കുടുംബ സാഹചര്യം ആയിരുന്നില്ല. ഞാൻ കോളേജ് വിദ്യാഭ്യാസത്തിൻ്റെ ഭാഗമായി തികച്ചും യാദൃച്ഛികമായി രാഷ്ട്രീയത്തിലേക്ക് വരികയും അങ്ങനെ രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായി സജീവതയിലേക്ക് മാറുകയും ചെയ്ത ഒരാളാണ്. വീട്ടിലങ്ങനെ രാഷ്ട്രീയവുമായൊന്നും അങ്ങനെ ഒരു ബന്ധമുണ്ടായിരുന്നു. നല്ല റിലീജിയസ് ആയ ഫാമിലിയാണ് എൻ്റെ വീട്. ഉമ്മായി നല്ല റിലീജിയസ് ആണ്, പക്ഷെ ഒരിക്കലും ഓർത്തഡോക്സ് അല്ല. രണ്ട് തരത്തിലാണല്ലോ. ഓർത്തഡോക്സ് അല്ല അല്ല അല്ല, എല്ലാം വളരെ ഒരുപക്ഷെ നമ്മൾ താമസിക്കുന്ന വീടിൻ്റെ ചുറ്റുപാടൊക്കെ അങ്ങനെ ആയിരിക്കും. വളരെ ലിബറലാണ് ഉമ്മ. എല്ലാവരും ആ നിലയിൽ സമീപിക്കാനും. എൻ്റെ വീട്ടിൽ തന്നെ എല്ലാ മതവിഭാഗത്തിലും പെട്ട എൻ്റെ സുഹൃത്തുക്കൾ, നമ്മുടെ SFI പ്രവർത്തകരായിരുന്നവരൊക്കെ വീട്ടിൽ വരും. ഞാനില്ലാത്തപ്പോഴും വീട്ടിനകത്ത് അടുക്കള വരാനും സ്വാതന്ത്ര്യമുള്ളവരും ഭക്ഷണം കഴിക്കാനും അങ്ങനെ ഒരു സാഹചര്യം കുറേ കാലമായിട്ട് തന്നെയുണ്ട്. നമ്മുടെ വീട്ടിൻ്റെ ചുറ്റുപാടും അങ്ങനെയാണ്. സ്വാഭാവികമായിട്ട് അതുകൊണ്ടായിരിക്കും ഉമ്മ. അപ്പോൾ ഈ കുട്ടിക്കാലത്തെ ശരിക്കും നിങ്ങളുടെയൊക്കെ ഒരു മതത്തിൽ വളരെ ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ തന്നെ മതം എന്താണെന്ന് പഠിപ്പിക്കുകയും അല്ലേ, വേദപുസ്തകങ്ങൾ പഠിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നൊരു പ്രവണത ഉണ്ടല്ലോ. അപ്പോൾ അതൊക്കെ കുട്ടിക്കാലത്ത് ശരിക്കും ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നു? തീർച്ചയായിട്ടും അതെല്ലാം പഠിച്ചിട്ടുണ്ട്. ഞാൻ ഈ കുട്ടിക്കാലത്തെല്ലാം ഈ പറയുന്ന പോലെ ദറസിൽ പോയിരുന്നു, പഠിച്ചിരുന്നു, ഒക്കെ പഠിച്ചിരുന്നു, ഒക്കെ അങ്ങനെയാണ്. പക്ഷേ പിന്നീട് സ്വാഭാവികമായിട്ടും നമ്മുടെ രാഷ്ട്രീയം, നമ്മുടെ ഒരു മുഖ്യധാര ഇങ്ങനെ രാഷ്ട്രീയത്തിലേക്ക് വരികയും ഒരു പുരോഗമന സ്വഭാവം നമ്മുടെ സമൂഹത്തിൽ ഈ എല്ലാ മതവും വളരെ ലിബറലായിട്ട് കാണാനും അങ്ങനെ. ഏത് പ്രായമൊക്കെ ആയപ്പോഴാണ് രാഷ്ട്രീയത്തിലൊക്കെ പ്രീ ഡിഗ്രി ആ സമയത്ത് SFIയിലേക്ക് കടന്നു വരുന്നത് തികച്ചും യാദൃച്ഛികമായിട്ടായിരുന്നു. അതിനുശേഷമാണ്. പക്ഷേ ആദ്യമൊക്കെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ആൾക്കൂട്ടത്തിലൊരാളായിട്ട് വരികയാണല്ലോ, സുഹൃത്ബന്ധത്തിൻ്റെ ഫലമായി അങ്ങനെയൊക്കെ ഈ രാഷ്ട്രീയത്തിലേക്ക് വന്ന ഒരാളാണ് ഞാൻ. പക്ഷേ പിന്നീടാണ് നമ്മൾ ഇതിൻ്റെ സജീവതയിലേക്ക് വരികയും കാര്യങ്ങൾ മനസ്സിലാക്കുകയും കൂടുതൽ വായിക്കാൻ ശ്രമിക്കുകയും കാര്യങ്ങൾ മനസ്സിലാക്കുകയും ലോകത്ത് കാണുകയും അങ്ങനെയൊക്കെ ഒരുപാട് പേരുടെ ജീവിതം നമുക്ക് യഥാർത്ഥത്തിൽ നമ്മുടെ ജീവിതത്തിൽ പ്രേരകമായി മാറിയിട്ടുണ്ട്. അങ്ങനെയാണ് യാദൃച്ഛികമായി. അപ്പോൾ നേരത്തെ വിവാഹം കഴിക്കുകയാണെങ്കിൽ ഈ പറയുന്ന മാതിരി ഒരു മറ്റൊരു മതത്തിലുള്ള അല്ലെങ്കിൽ ജാതി മത വ്യത്യാസമില്ലാത്തൊരു വിവാഹമായിരിക്കും പ്ലാൻ ചെയ്തിട്ടുണ്ട്? ഒരിക്കലുമില്ല. ഇല്ല ഇല്ല. ഞങ്ങൾ തമ്മിൽ അവസാനം നമ്മൾ പഠിക്കുമ്പോഴുള്ള അടുപ്പം ഞങ്ങൾ സംഘടനാ പ്രവർത്തനത്തിനുള്ള അടുപ്പം. അമൃത SFI രംഗത്തോട് വരുമ്പോൾ ഞാനിവിടെ SFI ലീഡർഷിപ്പിലുണ്ടായിരുന്നു. അപ്പോഴും അടുപ്പാണ്. അതടുപ്പം ആദ്യം ഒരു ഹാർഡ് കോർ പ്രണയമൊന്നും ആയിരുന്നില്ല, വളരെ നല്ല സൗഹൃദമായിരുന്നു. ഈ രാഷ്ട്രീയക്കാർക്ക് റൊമാൻസ് വളരെ കുറവായിരുന്നു. അത് രസകരമായൊരു കാര്യം. ഇപ്പോൾ ഞങ്ങൾ ഇപ്പോൾ വിവാഹത്തിന് ശേഷം ഒരു യാത്ര പോയി. ഇപ്പോൾ യാത്രയുടെ ഒരു ഫോട്ടോ ഞാനും അമൃതയും തമ്മിൽ നിൽക്കുന്നൊരു റൊമാൻറ്റിക് മൂടുള്ളൊരു ഫോട്ടോ എന്ന് പറയാവുന്നൊരു ഫോട്ടോ. സാധാരണ ഈ പറയുന്നൊരു രാഷ്ട്രീയക്കാരൻ്റെ പിന്നെ അത് ഫേസ്ബുക്കിൽ ഇടാൻ പറ്റൂല, കാണിക്കാൻ പറ്റില്ല. അങ്ങനെ പടയിട്ടു. ആ പടത്തിന് അമൃത പടയിട്ട് കഴിഞ്ഞ് അമൃത പോസ്റ്റ് ചെയ്തേ. അമൃത പോസ്റ്റ് ഇത് കഴിഞ്ഞപ്പോൾ എന്നെ പെട്ടെന്ന് വിളിച്ചിട്ട് നിങ്ങൾ ഇവിടെ നിൽക്കുക എന്നൊക്കെ ചോദിച്ച ഒരാളുണ്ട്. ഒരുപാട് പേര്. അല്ല അത് അങ്ങനെ അമൃത ഇങ്ങനെ ഒരു ഫോട്ടോ ഇട്ടിട്ടുണ്ട്, ഞാൻ അറിയാതെ എങ്ങനെ ഇട്ടതായിരിക്കും, അത് ഒരുപക്ഷെ ഈ പറയുന്ന പോലെ മോശമല്ലേ. പക്ഷെ ആ ഫോട്ടോ അതായി പറഞ്ഞു. അപ്പോൾ യഥാർത്ഥത്തിൽ അതിന് വന്ന കമൻറ്റുകൾ നല്ല ഡിബേറ്റ് നടന്നു. വലിയ ഡിബേറ്റാണ്. അപ്പോൾ ഇങ്ങനെ ആകാമോ എന്നുള്ളതായിരുന്നു യഥാർത്ഥത്തിൽ. പാടില്ല ഇങ്ങനെയൊക്കെയാണോ ആണോ യഥാർത്ഥത്തിൽ അങ്ങനെയൊന്നുമില്ല. എല്ലാവരുടെയും ജീവിതം പച്ചയായ ജീവിതം തന്നെയാണ്. അതേ ഉള്ളൂ. ഇപ്പോൾ മാർക്സിൻ്റെ പ്രണയ കവിതകൾ, പ്രണയഗീതങ്ങൾ വളരെ ഫേമസ് ആണ്. ഒരുപാട് വിറ്റഴിക്കപ്പെട്ടു. മാർക്സിൻ്റെ വളരെ പ്രത്യയശാസ്ത്രപരമായ ഗ്രന്ഥങ്ങൾ വിറ്റഴിക്കപ്പെട്ടതോടൊപ്പം തന്നെ ഈ പറയുന്ന ഉണ്ട്. അതുപോലെ ചെഗുവേരയുടെ ചരിത്രം എല്ലാം യഥാർത്ഥത്തിൽ ഇതെല്ലാം ഉണ്ട്. പിന്നെ ഈ നമ്മുടെ സമൂഹം ചില കാര്യങ്ങളെ ഇവർക്കെല്ലാം ചില സർക്കിളിൽ അങ്ങോട്ട് ഇടും, ചിലർക്ക് ഒരു ഇമേജ് ഇവർ സൃഷ്ടിക്കും. നമുക്കാണെങ്കിൽ ഇത് മറികടക്കാനും വയ്യ, മറികടക്കാൻ ആഗ്രഹമുണ്ട് അല്ലേ? അതെ, അത് മുണ്ട്, ഷർട്ട്, വെള്ള ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ജീൻസ് ഒക്കെ വലിയ പ്രശ്നമാണ്. ഇങ്ങനെയൊക്കെ പാടുണ്ടോ? ഫോട്ടോയുടെ മറ്റൊരു പ്രശ്നം അതാണ്. ഞാൻ യഥാർത്ഥത്തിൽ മുണ്ട് ഷർട്ടും ഇല്ല, അതിനകത്ത് ഒരു ടീഷർട്ടും കേട്ട് നിൽക്കുന്ന ഒരു പടമാണ്. അപ്പോൾ അങ്ങനെ ആരും കണ്ടിട്ടില്ല. ഇങ്ങനെയൊക്കെ ആയോ എന്നുള്ളത് അങ്ങനെ ചോദിച്ചിട്ടുണ്ട്. പക്ഷേ അതും മാറുന്നുണ്ട് കേട്ടോ. നമ്മുടെ ഈ സൊസൈറ്റിയിൽ പുതിയൊരു ട്രെൻഡ് അല്ലാതെ വരുന്നുണ്ട്. ഇപ്പോൾ യങ്സ്റ്റേഴ്സ് വന്നതിന് ശേഷം ഈ പിന്നെ വെള്ളയിട്ട് പോവുക അല്ല അത്തരം കാര്യങ്ങളൊക്കെ ഇപ്പോൾ മാറി വരുന്നുണ്ട് അല്ലേ? അത് ഡ്രസ് കോഡിലൊന്നും അല്ല കാര്യം, ഒരാളുടെ ചെയ്യുന്ന പ്രവൃത്തിയിലാണ്. തീർച്ചയായിട്ടും നമുക്കിങ്ങനെ നമ്മുടെ ജീവിതത്തിനോട്, സമൂഹത്തോട് ഒരു കമ്മിറ്റ്മെൻറ്റ് പുലർത്താൻ സാധിക്കുന്നു, സത്യസന്ധത പുലർത്താൻ പറ്റും. ഇതേ കാര്യമുള്ളൂ. ഞാൻ കാണുന്നത് രാഷ്ട്രീയം അങ്ങനെ തന്നെ ആയിരിക്കണമെന്ന് കാണുന്ന ഒരാളാണ്. ഞാൻ പഠിച്ചത് അങ്ങനെയാണ്.
ഒരു പെൺകുട്ടി പഠിക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിലേക്ക് വരുന്നതിൻ്റെ റീസൺ എന്തായിരിക്കും? എന്തിനു വേണ്ടിയായിരിക്കും അത് വരുന്നത്? പെൺകുട്ടി വരുന്നത് പ്രത്യേകിച്ച് ഒരു റീസണും ഉണ്ടാവണം എന്നില്ല. ഒരുപക്ഷെ പെൺകുട്ടികൾ പൊതുവെ വരുന്നത് കുറവാണെന്നാണ് ഞാൻ കണ്ടിട്ടുള്ളത്. പക്ഷേ വരാൻ വേണ്ടി ഒരു പ്രത്യേകിച്ച് റീസണൊന്നുമില്ല. എനിക്ക് എന്നെ ചിലർക്ക് പുസ്തകം വായിച്ചിട്ട് അതെ പുസ്തകം വായിച്ചിട്ട് അല്ലേ, ചില ആളുകളെ കണ്ടിട്ട് നമുക്കൊരു പ്രചോദനമായിട്ട് നമ്മൾ വരും അല്ലേ. ചിലപ്പോൾ സമൂഹത്തിൽ നടക്കുന്ന ചില കാര്യങ്ങൾ കണ്ട് സഹിക്കാൻ പറ്റാതെ വരുന്നവരുണ്ടാവും. അപ്പൊ അങ്ങനെയൊക്കെ ആയിരിക്കില്ലേ? അപ്പൊ അത് അമൃതയെ സംബന്ധിച്ച് എന്തായിരുന്നു? എന്നെ സംബന്ധിച്ച് എൻ്റെ കുടുംബ പശ്ചാത്തലം ഈ പറഞ്ഞ പോലെ ഒരു രാഷ്ട്രീയ ചായ്വുള്ളതൊന്നുമല്ല. പക്ഷേ എൻ്റെ അമ്മയുടെ കുടുംബവും ഒക്കെ അത്യാവശ്യം മനസ്സിൽ മാത്രം രാഷ്ട്രീയം സൂക്ഷിക്കുന്ന ആൾക്കാരാണ്. ഇടതുപക്ഷ രാഷ്ട്രീയമാണ്, പക്ഷേ ഒരു വ്യക്തതയൊന്നുമില്ല. പക്ഷേ ഞാൻ ഗവൺമെൻറ് ലോ കോളേജ്, തിരുവനന്തപുരം ഗവൺമെൻറ് ലോ കോളേജിലേക്ക് കടന്നു വരുമ്പോഴാണ് SFI ഇങ്ങനെയൊക്കെ ഇത്രയധികം വിദ്യാർത്ഥി സംഘടന ഉണ്ടെന്ന് പോലും ഞാൻ അറിയുന്ന ആ ക്യാമ്പസിലേക്ക് വരും. കാരണം സ്കൂൾ തലത്തിലൊന്നും ഒന്നിങ്ങനെ പൊളിറ്റിക്സ് ഒന്നുമില്ല, ഒന്നും അറിയില്ല. പക്ഷേ എന്നെ ഇതുപോലെ സ്വാധീനിച്ചത് ഒരു പ്രസംഗമാണ്. ഒരു ക്ലാസ്സിലെ ഫസ്റ്റ് ഇയർ ക്ലാസ്സിലെ ക്യാമ്പയിനാണ്. ഇദ്ദേഹം അന്ന് അവിടെ ഇല്ല, ഇദ്ദേഹം അവിടെ പഠിച്ചിട്ടുമില്ല. ഇന്ന് അദ്ദേഹം പക്ഷേ രാഷ്ട്രീയ രംഗത്തൊന്നും ഇല്ല, വേറൊരു രീതിയിലേക്ക് പോയി. പ്രവീൺ പരമേശ്വരൻ, അദ്ദേഹത്തിൻ്റെ ഒറ്റ ദിവസത്തെ പ്രസംഗം, ഒരു ക്ലാസ് ഞങ്ങൾക്ക് ഫ്രഷേഴ്സിന് വേണ്ടിയിട്ട് ഒരു ഇൻട്രൊഡക്ഷൻ തരാൻ വേണ്ടി വന്നതാണ്. അതോടുകൂടി ഇതൊക്കെയാണ്. പിന്നീട് ഞങ്ങൾ സ്ഥിരം അദ്ദേഹം വരണം, ആളൊന്ന് വന്നൊന്ന് സംസാരിക്കണം. ശരിക്കും അതാണ് ഇൻസ്പിറേഷൻ അവിടെ നിന്ന്. പിന്നെ അതാണ് എൻ്റെ ഒരു SFI പ്രവേശനം. പക്ഷേ ഇതിനൊക്കെ അപ്പുറത്ത് ഈ ഒരു ഇടതുപക്ഷ മനോഭാവം ഉണ്ടാകാൻ മറ്റൊരു കാരണമുണ്ട്. എൻ്റെ അമ്മ ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ എൻ്റെ അമ്മയ്ക്ക് ബ്ലഡ് ക്യാൻസർ ആയിരുന്നു. അപ്പോൾ സ്ഥിരം ബ്ലഡ് വേണ്ടി വരും ഒക്കെ ചെയ്യുമ്പോൾ ഞങ്ങളൊക്കെ ഇങ്ങനെ ഒരു വലതുപക്ഷ മനോഭാവം ഒക്കെ ആയിട്ട് പോലും അന്ന് ബ്ലഡ് തരാനൊക്കെ ആയിട്ട് നമ്മൾ അറിയുന്ന പോലും ഇല്ല ഇതാരേ ഈ വരുന്നത്. DYFIക്കാർ വരുന്നു, SFI കോളേജിലെ പിള്ളേർ വരുന്നു. അപ്പോൾ ഇതൊക്കെ പറയുമ്പോൾ നമ്മൾ കുട്ടികളാണ്, കേൾക്കുന്നേ ഉള്ളൂ ഇങ്ങനെയൊക്കെയാണ്. അപ്പോൾ അന്നുള്ള മനസ്സിൽ ഉറച്ചിരുന്നതിന് ഇപ്പം ഇങ്ങനെയൊക്കെയുള്ള നല്ല കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയുള്ളവരാണ് ഇവർ, ഇങ്ങനെയൊക്കെയുള്ള മനസ്സ് അവർക്കാണോ ഉള്ളത് എന്നുള്ളൊരു ചിന്ത അന്ന് ഉറച്ചുപോയി. പിന്നെ അതിൻ്റെ ഒരു ബാക്കി എന്ന് പറയുന്നത് ഈ ക്ലാസ് ക്യാമ്പയിനുകളാണ്. ഇത് കേട്ടപ്പോൾ ഉണ്ടായൊരു മനസ്സ്. ഇപ്പം എന്ത് ചെയ്യുന്നു? ഇപ്പം ഞാൻ LLM ചെയ്യാണ്, സജീവമായി പഠനവുമായിട്ട് മുമ്പോട്ട് പോകാൻ. ഇപ്പോഴുണ്ടോ രാഷ്ട്രീയം? ഇല്ല, ഇപ്പോൾ പ്രത്യേകിച്ച് ഭാരവാഹിത്വത്തിലൊന്നുമില്ല. അത് ഞാൻ രണ്ട് വർഷമായിട്ട് ഞാൻ LLM കോൺസെൻട്രേറ്റ് ചെയ്ത് ഇങ്ങോട്ട് മാറി നിൽക്കുകയായിരുന്നു. എനിക്ക് അതാണ് ചോദിക്കാനുള്ളത്. അതായത് പൊതുവേ ഈ ആൺകുട്ടികൾ എപ്പോഴും ഈ പഠിക്കുന്ന സമയത്ത് ഉള്ള രാഷ്ട്രീയം അവർ പിന്നെ മിക്കവരും അത് ലൈഫിലേക്ക് കൊണ്ടുപോകും. വളരെ കുറച്ച് ആൾക്കാരാണത് വേണ്ടാന്ന് വെച്ചു. പക്ഷെ പെൺകുട്ടികൾ മിക്കവാറും പേര് പിന്നെ ഇതങ്ങോട്ട് വിടും. അപ്പം അതിലൊരു ആത്മാർത്ഥത ഉണ്ടോ എന്ന് ചിലപ്പോൾ തോന്നും. അത് പഠിക്കുമ്പോൾ മാത്രം ഉള്ളൊരു വിദ്യാർത്ഥി രാഷ്ട്രീയം മാത്രമായി മാറുകയും പിന്നെ ഫാമിലി ആയി കഴിയുമ്പോൾ ഫാമിലിയും രാഷ്ട്രീയവും ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റാത്തതാണോ, അതോ ഇവരെന്തിനാണ് ആ പ്രസ്ഥാനത്തിലേക്ക് വന്നത് എന്നിങ്ങനെ നമുക്ക് അതെന്തായിരിക്കും? എൻ്റെ വ്യക്തമായ ധാരണ രാഷ്ട്രീയം എന്നാൽ ഇങ്ങനെ മുഖ്യധാരയിൽ ഇറങ്ങി പ്രവർത്തിച്ചാൽ മാത്രം നടക്കുന്ന ഒരു സംഭവമാണെന്നൊരു തെറ്റിദ്ധാരണ എനിക്കില്ല. അതാണ് എൻ്റെ ഒരു ബേസിക് ആയിട്ട് ഞാൻ പഠിച്ചു വെച്ചിരിക്കുന്നത്. ശരിയോ തെറ്റോ എന്നറിയില്ല. മറ്റൊന്ന്, ഞാൻ ഈ പറഞ്ഞതുപോലെ വളരെ യാദൃച്ഛികമായി ഈ പൊളിറ്റിക്സിനെ സ്നേഹിച്ചു വന്ന ആളാണ്. ഇന്നും എൻ്റെ മനസ്സിൽ ഉറച്ചു പോയത് ഈ ഇടതുപക്ഷ ഒരു ചിന്താഗതി തന്നെയാണ്. ഞാൻ കാര്യങ്ങളെ കാണുന്നതും അങ്ങനെയാണ്. പക്ഷേ എനിക്ക് സജീവമായ പൊളിറ്റിക്സിൽ നിൽക്കാനോ അല്ലെങ്കിൽ ഇങ്ങനെ ഒന്നും നിൽക്കാനോ യാതൊരു താല്പര്യമില്ലായിരുന്നു. ഞാനൊരു ഘട്ടത്തിലൊക്കെ ഇവരൊക്കെ തന്നെ ഭാരവാഹിത്വത്തിലിരിക്കുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് എനിക്ക് ഇങ്ങനെ സജീവമായി നിൽക്കണം എന്ന് താല്പര്യം. പക്ഷേ എൻ്റെ ക്യാമ്പസിൽ എനിക്ക് ശേഷം വന്ന അത് വലിയൊരു ഭാഗ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. കാരണം എനിക്ക് ശേഷം വന്ന ഒരുപാട് തലമുറകൾക്ക് പറഞ്ഞു കൊടുക്കാനും ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനും കഴിഞ്ഞു എന്നുള്ളൊരു ചരിതാർത്ഥ്യം. പക്ഷേ അതിനപ്പുറത്തേക്ക് എനിക്ക് ലൈവായി നിൽക്കാൻ എൻ്റെ ഒരു കുടുംബ സാഹചര്യം ഒരു ചെറുതായിരുന്നില്ല. പക്ഷേ എങ്കിലും കുറേ നാൾ നിന്നു. കുറേ കഴിഞ്ഞപ്പോൾ എനിക്ക് ഇങ്ങനെ മാത്രമല്ല, രാഷ്ട്രീയ പ്രവർത്തനം എന്നാൽ എന്നും പോയി കൊടി പിടിക്കണമെന്നോ സമരം വിളിക്കണമെന്നോ ഒന്നും ഇല്ല, അതിനപ്പുറത്തും ചെയ്യാം എന്ന് മനസ്സിലാക്കിയാണ് എനിക്കൊരു അംബീഷനുണ്ട്. ഞാൻ എൻ്റെ എഡ്യൂക്കേഷനായിട്ട് എനിക്കൊരു അംബീഷനുണ്ട് അവിടെ എത്തണമെന്ന്. അപ്പോൾ അതിന് പോകുമ്പോൾ ഇതിനെ മാറ്റിവെക്കുകയല്ല, പക്ഷേ ഇതെൻ്റെ കൂടെ ഉണ്ട്. ഇന്നും ഞാനിപ്പോൾ ഫേസ്ബുക്ക് പോലുള്ള ന്യൂ മീഡിയസിലാണെങ്കിൽ പോലും ഞാൻ എൻ്റെ രാഷ്ട്രീയം പറയാറുണ്ട്. എനിക്ക് പറയാനുള്ളത് ഞാനവിടെ പറയാറുണ്ട്. അപ്പം അങ്ങനെയൊക്കെ രാഷ്ട്രീയം നടത്താം എന്നുള്ളതാണ് എൻ്റെ ചിന്താഗതി. പിന്നെ ഈ പറഞ്ഞ പോലെ പൊതുവേ പെൺകുട്ടികൾ ഒരു വിവാഹം, കുടുംബം ഇങ്ങനെ കടന്നു വരുമ്പോഴത്തേക്ക് ഇതിനോടൊപ്പം കൊണ്ടുപോകാൻ പറ്റിയതല്ല. പലപ്പോഴും കൊണ്ടുപോകാൻ കഴിയാതെ വരുന്നുണ്ട്. പക്ഷേ ഇതെല്ലാം മറികടന്ന് കൊണ്ടുപോകുന്നവരുമുണ്ട്. വളരെ സക്സസ്ഫുള്ളായിട്ട് വിവാഹശേഷം ഇപ്പം തന്നെ ഒത്തിരി പേര് DYFI രംഗത്തും ഒക്കെ ഒത്തിരി പേര് അങ്ങനെ തന്നെ നിൽക്കുന്നുണ്ട്. പക്ഷേ എൻ്റെ ഒരു പേഴ്സണൽ
ഒരിതാണ്. ഇപ്പോഴും ഞാൻ ഈ പഠനത്തിനൊപ്പവും എനിക്ക് തോന്നുന്നു പുള്ളി ഉള്ളതിനേക്കാൾ സജീവമായി ന്യൂ മീഡിയയിലെല്ലാം മിക്ക കാര്യങ്ങളിൽ ഇടപെടുന്നത് ഞാനാണ്. ഞാൻ എൻ്റെ ഒരു സ്പേസ് കണ്ടെത്തുന്നു, എൻ്റെ രാഷ്ട്രീയ പ്രവർത്തനത്തിന് ഞാൻ ഒരു സ്പേസ് കണ്ടെത്തിയിട്ടുണ്ട്. അത് പക്ഷെ അത് ശരിയാണ് എനിക്ക് തോന്നുന്നു. അത് ശരിയാണോ എന്ന് പലപ്പോഴും ഞാൻ സംശയിക്കാറുണ്ട്. കാരണം അങ്ങനെ ഒരു സോഷ്യൽ മീഡിയയിൽ കൂടെ നമ്മൾ പ്രതികരിച്ചത് കൊണ്ട് മാത്രം ഒരു രാഷ്ട്രീയ പ്രവർത്തനമാവുന്നില്ല. കാരണം നമുക്ക് ചില കാര്യങ്ങൾ നമുക്ക് രംഗത്തിറങ്ങണമെങ്കിൽ നമ്മൾ ഈ പറയുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനവുമായിട്ട് നമ്മൾ ശക്തമായി നിന്നാൽ മാത്രമേ നമുക്കത് പ്രാവർത്തികമാക്കാൻ പറ്റുള്ളൂ, അല്ലേ? മറ്റേത് നമുക്ക് സംസാരിച്ച് നമ്മുടെ രോഷം പ്രകടിപ്പിക്കാൻ മാത്രമേ സാധിക്കൂ. അത്രേ ഉള്ളൂ. അതേസമയം നമുക്ക് ഇപ്പോൾ ഒരു സ്ഥലത്ത് എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടെങ്കിൽ നമ്മളൊരു രാഷ്ട്രീയത്തിൽ വളരെ സീരിയസ് ആയിട്ട് ഇറങ്ങിയ ഒരാളാണെങ്കിൽ നമുക്ക് വളരെ ശക്തിയോടുകൂടെ അതിനുവേണ്ടി ഇറങ്ങുകയും അവർക്ക് വേണ്ടി വർക്ക് ചെയ്യും, അതിലൊരു തീരുമാനം കണ്ടെത്താനും സാധിക്കും. അങ്ങനെ ശരിക്കും നമ്മളെ നാട്ടിൽ വളരെ കുറച്ച് ആൾക്കാരെ വരുന്നുള്ളൂ, വളരെ കുറച്ച് ആൾക്കാരെ. ഒന്ന് എന്തോ ഒരു ഭയം, ഫാമിലി ബാധിക്കപ്പെടുമോ എന്നുള്ളത് തന്നെയാണ് സ്ത്രീയെ സംബന്ധിച്ച് ഏറ്റവും വലിയ ഭയം, അത് തന്നെയാണ്. അപ്പോൾ ഒരു രാഷ്ട്രീയ, അതായത് പൂർണ്ണമായ ഒരു രാഷ്ട്രീയ പ്രവർത്തനത്തിലേക്ക് വരണമെങ്കിൽ കല്യാണം കഴിക്കാതിരിക്കണം. അങ്ങനെ നിർബന്ധമൊന്നുമില്ല, കല്യാണം കഴിച്ചാലും ഇതൊക്കെ സാധിക്കും. പക്ഷേ ഈ പറഞ്ഞ പോലെ കാരണം എപ്പോഴും ലൈം ലൈറ്റിൽ നിന്നിട്ടുള്ള സ്ത്രീകളെല്ലാം വളരെ അപൂർവം 1-2 സ്ത്രീകൾ മാത്രമേ ഫാമിലിയുമായിട്ട് ജീവിക്കുന്നുള്ളൂ. ബാക്കി എല്ലാവരും പുരുഷന്മാരായിരിക്കും ഫുൾ ലൈം ലൈറ്റിൽ നിൽക്കുന്നവർ. സെപ്പറേറ്റഡ് എന്നുള്ളതിനേക്കാളും പുരുഷന്മാർ. കാരണം അപ്പോൾ സ്ത്രീകൾ അവർക്കൊക്കെ രാഷ്ട്രീയ ചായ്വുണ്ടാവും, അവർക്ക് വ്യക്തമായ അവരുടെ നിലപാടുകളുണ്ടാവും. പക്ഷെ ആണുങ്ങളായിരിക്കും മുൻപന്തിയിൽ നിൽക്കുന്നത്. അപ്പോൾ എനിക്ക് തോന്നാറുണ്ട് ഇവിടെ സ്ത്രീകൾക്ക് ഇപ്പോഴും അങ്ങോട്ടൊരു സ്പേസ് കിട്ടിയിട്ടില്ലേ, അല്ലെങ്കിൽ സ്ത്രീകളെ മനസ്സിലാക്കുന്ന പുരുഷന്മാർ, ഭർത്താക്കന്മാർ വന്നിട്ടില്ലേ എന്ന് തോന്നാറുണ്ട്. അടിസ്ഥാനമായിട്ട് വേറൊരു പ്രശ്നം കൂടി, ഈ കുടുംബത്തിൽ സ്ത്രീ ചെയ്യേണ്ടുന്ന കുറേ കാര്യങ്ങൾ എന്ന് പറഞ്ഞ് കുറേ കാര്യങ്ങൾ മാറ്റി വെച്ചിട്ടുണ്ടല്ലോ. അങ്ങനെയുള്ള നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ചില ആൾക്കാർ ഒരു ചട്ടക്കൂടിൽ കാണും. അങ്ങനെ മാറ്റിവെക്കപ്പെട്ട കാര്യങ്ങൾ ഷെയർ ചെയ്ത് ചെയ്യാൻ കൂടി പലപ്പോഴും പുരുഷനെ കിട്ടാത്തവരുണ്ട്. ഇപ്പം ഞങ്ങളെ വ്യക്തിപരമായിട്ടുള്ള ഒരിക്കലും അല്ല, ഞാൻ പറഞ്ഞത് ഇതാണ് ഒരു പൊതുവേ ഉള്ളൊരു പ്രശ്നം. പൊതുവിൽ നമ്മൾ കാണുന്നൊരു പ്രശ്നം ഏതാണ്, ഇങ്ങനെ ഇപ്പോഴും ഒരു ഷെയറിങ്ങിനുള്ളൊരു മെൻറ്റാലിറ്റി വരുന്നില്ല എന്നുള്ളത്. പിന്നെ ഇപ്പം എന്നെ സംബന്ധിച്ചുള്ള എൻ്റെ കാര്യം ഞാൻ പറഞ്ഞത് വളരെ വ്യക്തിപരമായ കാരണം, ഞാൻ വളരെ നേരത്തെ തന്നെ അത് തീരുമാനിച്ച ആളാണ്. എൻ്റെ ഒരു വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ മാത്രമേ സജീവമായി വിദ്യാഭ്യാസം കഴിഞ്ഞാൽ അതിശക്തമായി തിരിച്ചു വരുമോ രാഷ്ട്രീയത്തിലേക്ക്? അല്ല, വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ മാത്രമേ രാഷ്ട്രീയമായി എനിക്ക് സജീവമായി നിൽക്കാൻ താല്പര്യമുള്ളൂ എന്ന് ഞാൻ തീരുമാനിച്ചത്. അവൾക്ക് വിദ്യാഭ്യാസത്തിലേക്ക് ലോകത്തിലേക്ക് കടന്നു പോകണമെന്ന് ആഗ്രഹിച്ചിരുന്ന ഒരു മേഖലയുണ്ട്, അതാണ് ഇങ്ങനെ വളച്ചിട്ടുന്നത്. ആ മേഖലയിലേക്ക് അതാണ് അംബീഷൻ. അതിനോട് ഷെയർ ചെയ്തിട്ടുണ്ട് ആംബീഷൻ. അതിനുവേണ്ടി ആണ് ഈ പറയുന്ന ഒരു കഠിനാധ്വാനം മുഴുവൻ ആ മേഖലയിലേക്ക് കടന്നു പോകണമെന്നൊരാഗ്രഹമാണ്. അപ്പോൾ അതിനു വേണ്ടിയിട്ടാണ് LLM പോയത്. യഥാർത്ഥത്തിൽ ലോ കഴിഞ്ഞിട്ട് ജോലി കിട്ടിയതാണ്. ഇപ്പോൾ മാതൃഭൂമിയിൽ ജേർണലിസം കഴിഞ്ഞാണ്. മാതൃഭൂമി ടെലിവിഷനിൽ ഇപ്പോൾ ജോയിനിങ് ഓർഡറും കിട്ടിയതാണ് ജേർണലിസ്റ്റായിട്ട്. പക്ഷേ LLM തന്നെ പോയത് ആ ഒരു ലക്ഷ്യം മനസ്സിലുള്ളതാണ്. അപ്പോൾ അവിടേക്ക് പോയിട്ട് രാഷ്ട്രീയത്തിലേക്ക് വരാൻ എനിക്ക് പ്രയാസമില്ല. ഇപ്പോൾ എപ്പോഴാണെന്ന് വെച്ചാൽ വരാൻ സജീവമായി നിൽക്കാനും പലപ്പോഴും നിർബന്ധിച്ച് ഈ പറയുന്നത് പോലെ രാഷ്ട്രീയത്തിൽ സജീവമാക്കി നിർത്താൻ പലപ്പോഴും ശ്രമിച്ചത് ഞാനായിരുന്നു. ഈ ഇന്നലകളിലെ പലപ്പോഴും അങ്ങനെ ലൈബ്രറിയിലേക്ക് വരാൻ ഒരു ഘട്ടത്തിലും അമൃത ആഗ്രഹിച്ചിരുന്നില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. പക്ഷെ പലപ്പോഴും നമ്മളെല്ലാം ഞാൻ മാത്രമല്ല, ഒരുപാട് പേര് വളരെ രക്ഷകർത്താവിൻ്റെ സ്ഥാനത്ത് നിന്നുകൊണ്ട് ഒത്തിരി പേര് അങ്ങനെ നിർദ്ദേശിച്ചിരുന്നു, നിൽക്കണമെന്ന് ആഗ്രഹിച്ചിരുന്നു. അങ്ങനെ തന്നെയാണ് ലൈബ്രറിയിലേക്ക് അമൃതയെ കൊണ്ടുവരികയും നിർത്തുകയും ചെയ്തത്. റഹീമിനെ സംബന്ധിച്ച് രാഷ്ട്രീയത്തിൽ നമ്മൾ കാണുന്ന ഒരു രാഷ്ട്രീയത്തിൽ മുൻപത്തേതുപോലെ ഒരു ആത്മാർത്ഥത കുറയുന്ന മാതിരി പൊതുജനത്തിന് ഫീൽ ചെയ്യുന്നു. പൊതുജനം പറയുന്നത് ഇന്നത്തെ രാഷ്ട്രീയം സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടി മാത്രമാകുന്ന ഒരു രാഷ്ട്രീയമാകുന്നു. ഒന്ന്, അതിൽ ചെറുപ്പക്കാർ വരുന്നത് വളരെ കുറവാണ് എന്നുള്ളൊരു അഭിപ്രായം യൂത്തിൻ്റെ ഇടയിൽ നല്ലപോലെ ഉണ്ട്. ആ ചെറുപ്പക്കാരില്ലാത്തത് കൊണ്ടാണ് ഇവിടെ പല കാര്യങ്ങളും ശക്തമായ തീരുമാനമെടുക്കേണ്ട സ്ഥലങ്ങളിൽ തീരുമാനമെടുക്കാതെ വലിച്ചു നീട്ടി കൊണ്ടുപോകുന്നത് ചെറുപ്പക്കാരില്ലാത്തതിൻ്റെ ഒരു കുറവാണ് എന്നൊരു അഭിപ്രായമാണ്. സൊസൈറ്റിക്ക് വലിയ മാറ്റം ഉണ്ടായിട്ടുണ്ട്. ഞാൻ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽ കുറേ കാലമായിരുന്നു. ഇപ്പോഴും പഠിക്കുകയാണ്, PhD ആണ്. അപ്പോൾ ഇപ്പോഴും ആ ക്യാമ്പസിൽ ആ നിലയിൽ ഇടപെടുകയും ഇടകലർന്നിരിക്കുന്ന ഒരാളാണ്. അത് വിഷയം എന്ന് വെച്ചാൽ യഥാർത്ഥത്തിൽ ഈ പുതിയ തലമുറയിൽപ്പെട്ടവർക്ക് അല്ലെങ്കിൽ ഈ ക്യാമ്പസിനകത്ത്
വല്ലാത്തൊരു ഡീപൊളിറ്റിക്കലൈസേഷൻ നടക്കുന്നുണ്ട്. വല്ലാത്തൊരു ഡീപൊളിറ്റിക്കലൈസേഷൻ. അത് ഈ പറയുന്ന പോലെ രാഷ്ട്രീയത്തിനോട് വലിയ താല്പര്യമില്ല, അതൊക്കെ ശരിയാണ്. പക്ഷേ സൊസൈറ്റി മാറി ചിന്തിച്ചേ മതിയാകും എന്നുള്ളതാണ്. അങ്ങനെ തന്നെ വരും, തീർച്ചയായിട്ടും വരും. സൊസൈറ്റി മാറി ചിന്തിച്ചേ മതിയാകും, ഭാവി മാറുക തന്നെ ചെയ്യും. പക്ഷേ ഇപ്പോൾ യഥാർത്ഥത്തിൽ രാഷ്ട്രീയ പ്രവർത്തകരാവുക, രാഷ്ട്രീയത്തിലേക്ക് വരിക, ഇതെല്ലാം യഥാർത്ഥത്തിൽ വളരെ പ്രയാസകരമായി കാണുന്ന ആൾക്കാരാണ്. താല്പര്യമില്ല എന്ന് തന്നെ പറയാം. അങ്ങനെയുള്ളൊരു വലിയ വിഭാഗം ഉണ്ട്. എന്തുകൊണ്ടാണ്? അല്ലാതെ സൊസൈറ്റിയിൽ വന്ന പൊതുവെ സൊസൈറ്റിയുടെ ടേസ്റ്റാണ്. അതായത് ഇപ്പോഴത്തെ നമ്മുടെ യൂത്ത് എന്ന് പറയുന്നവർ സ്പൂൺ ചെയ്യപ്പെട്ട കാലം മുതൽ അവരുടെ എഡ്യൂക്കേഷൻ കാലം എന്ന് പറയുന്നത് പൂർണ്ണമായും സ്കൂൾ പൊളിറ്റിക്സോ കോളേജ് പൊളിറ്റിക്സോ ഒന്നുമില്ലാത്തൊരു കാലത്തിലൂടെയാണ് അവർ കടന്നു വന്നത്. ഏറെ പേര് ഇപ്പോൾ പ്ലസ് ടു വരെ രാഷ്ട്രീയമില്ല. പ്ലസ് ടു കഴിഞ്ഞിട്ട് ഇപ്പോൾ പോകുന്ന കുട്ടികൾ ഭൂരിഭാഗം പോകുന്നത് സെൽഫ് ഫിനാൻസിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസാണ്. പാരാമെഡിക്കൽ സ്ഥാപനങ്ങളായാലും ടെക്നിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആയാലും പ്രൊഫഷണൽ സ്ഥാപനങ്ങളുടെ ഒട്ടുമുക്കാലും അങ്ങനെയാണ്. അവിടെയൊന്നും പൊളിറ്റിക്സ് ഇല്ലാന്ന് മാത്രമല്ല, പൊളിറ്റിക്സ് എന്ന് പറഞ്ഞാൽ നേരത്തെ അമിത പറഞ്ഞതുപോലെ നമ്മുടെ വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനം മാത്രമല്ല, യാതൊരുവിധ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസും ഇല്ലാത്ത തുരുത്തുകളായി നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ മാറിയിട്ടുണ്ട്. അവിടെയാണ് ഈ പ്രശ്നം. അവരെ വെറും കരിയറിസ്റ്റുകളായിട്ട് പത്രം വായിക്കുന്നത് എന്തിനെന്ന് ചോദിച്ചൊരു കുട്ടിയുണ്ട്. പത്രം വായിക്കേണ്ട കാര്യമില്ല. അവൾ പറഞ്ഞത് ഒരു ദിവസം 3 പത്രമെങ്കിലും വായിക്കണമെന്ന് നിങ്ങൾ പറയുന്നു. ഒരു പത്രം വായിക്കാൻ ഇത്ര സമയം മാറ്റി വെച്ചാൽ ഒരു ദിവസം ആകെ ഇത്ര സമയം, അങ്ങനെയാണെങ്കിൽ ഒരു മാസം ഇത്ര സമയം, അത് കഴിഞ്ഞാലോ ഒരു വർഷമാണ്. ഈ സമയം ഈ ദിവസങ്ങൾ ഞാൻ എൻ്റെ കരിയറിന് വേണ്ടി മാറ്റിവെച്ചാൽ, എൻ്റെ പഠന കാര്യങ്ങളിൽ മാറ്റിവെച്ചാൽ എൻ്റെ കരിയറിൽ എത്രമാത്രം ഗ്രോത്ത് ഉണ്ടാകും. ഇങ്ങനെ ഒരു മാനസികാവസ്ഥയിലേക്ക് യൂത്ത് മാറിയിട്ടുണ്ട്. അപ്പം ഞങ്ങളുടെ എല്ലാ ശ്രമം യഥാർത്ഥത്തിൽ ഈ യൂത്തിനെ തീവ്രമായി രാഷ്ട്രീയവൽക്കരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സൊസൈറ്റിയെ രാഷ്ട്രീയവൽക്കരിക്കുക എന്നുള്ള വലിയ കടമയാണ് ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്.